ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1997 ക്രിസ്മസ് സീസണോടനുബന്ധിച്ച് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത മലയാള സിനിമകളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ഒരു സൂപ്പർ താര ചിത്രം ഉൾപ്പെടെ ആകെ 5 ചിത്രങ്ങളായിരുന്നു 97 ക്രിസ്മസ് കാലത്ത് റിലീസ് ചെയ്തത്. ഇതിൽ ഒട്ടുമിക്ക ചിത്രങ്ങളും ലോ ബഡ്ജറ്റ് രണ്ടാം നിര താരങ്ങളുടെ ചിത്രങ്ങളായിരുന്നു. വിജയ ശതമാനം വളരെ കുറവായിരുന്ന 97 ക്രിസ്മസ് കാലത്ത് ഏതൊക്കെ ചിത്രങ്ങളാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 97 ക്രിസ്മസിനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു ഡിസംബർ 18 തിയേറ്ററുകളിലെത്തിയ ഭരതൻ സംവിധാനം ചെയ്ത ചുരം. മനോജ് കെ ജയൻ നായകനായും ദിവ്യ ഉണ്ണി നായികയായും എത്തിയ ഈ ചിത്രം ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. KNS പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥ സംവിധായകനായ ഭരതന്റേതായിരുന്നു. തിരക്കഥയും സംഭാഷണവും ഷിബു ചക്രവർത്തി നിർവഹിച്ചു. മലയോര ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ ഫാമിലി സെന്റിമെന്റൽ ചിത്രം ഏറെ നിരൂപക ശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ചലനം സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ ചുരം ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായിരുന്നു. നെടുമുടി വേണു, KPS ലളിത, ഫിലോമിന തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 97 ക്രിസ്മസിന് പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഡിസംബർ 25 ക്രിസ്മസ് നാളിൽ റിലീസ് ചെയ്ത മോഹൻലാലിന്റെ ആറാം തമ്പുരാൻ. ആക്ഷൻ സിനിമകളുടെ അമരക്കാരൻ ഷാജി കൈലാസ് ആദ്യമായി മോഹൻലാലിന്റെ കൂടെ ഒരുമിച്ച ഈ ചിത്രം അഭൂതപൂർവമായ വിജയമായിരുന്നു 97 ക്രിസ്മസ് കാലത്ത് നേടിയത്. രേവതി കലാമന്ദിറിന്റെ ബാനറിൽ രഞ്ജിത്ത് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ആറാം തമ്പുരാൻ എല്ലാവിധ പ്രേക്ഷകരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തി ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷനും അതിനനുസരിച്ചുള്ള മൗത്ത് പബ്ലിസിറ്റിയുമാണ് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ആറാം തമ്പുരാൻ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആയിരുന്നു നേടിയെടുത്തത്. മഞ്ജു വാര്യർ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സായി കുമാർ, ഭീമൻ രഘു, നരേന്ദ്രപ്രസാദ്, ഗണേഷ് കുമാർ, TP മാധവൻ, അഗസ്റ്റിൻ, പ്രിയാരാമൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. മോഹൻലാൽ ജഗന്നാഥൻ എന്ന കഥാപാത്രമായി അരങ്ങ് തകർത്ത ഈ ചിത്രം രവീന്ദ്രന്റെ സംഗീതത്തിലൊരുങ്ങിയ അതിമനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധ നേടി. ഫെസ്റ്റിവൽ സീസണിൽ ഒരു ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിന് വേണ്ട എല്ലാ ചേരുവകളും ഒരുമിച്ച് അണിയിച്ചൊരുക്കിയതാണ് ആറാം തമ്പുരാൻ എന്ന ചിത്രം നേടിയ മെഗാ വിജയത്തിന്റെ രഹസ്യം. 97 ക്രിസ്മസ് കാലത്ത് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഡിസംബർ 25 ക്രിസ്മസ് നാളിൽ റിലീസ് ചെയ്ത അഞ്ചര കല്യാണം. ജഗദീഷ് നായകനായ ഈ ചിത്രത്തിൽ കലാഭവൻ മണി, ജനാർദ്ദനൻ, KPS ലളിത, ടോണി, മാള അരവിന്ദൻ, കലാഭവൻ സൈനുദ്ദീൻ, സലീംകുമാർ, മച്ചാൻ വർഗീസ് തുടങ്ങി നിരവധി കോമഡി താരങ്ങൾ അണിനിരന്നിരുന്നു. കോമഡിയുടെ പശ്ചാത്തലത്തിലൊരുങ്ങിയ ഈ ഹാസ്യ കുടുംബ ചിത്രം നിരവധി ഹാസ്യരംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നെങ്കിലും വേണ്ട രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അഞ്ചര കല്യാണം ഒരു പരാജയ ചിത്രമായിരുന്നു. VM വിനു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും കലൂർ ഡെന്നിസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. കീർത്തന നായികയായി എത്തിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം വിൽസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. ജഗദീഷ്, കലാഭവമണി എന്നിവരുടെ മികച്ച കോമ്പിനേഷൻ രംഗങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അഞ്ചര കല്യാണം സാമ്പത്തികമായി ഒരു പരാജയ ചിത്രമായി മാറി. 97 ക്രിസ്മസിനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഡിസംബർ 25 തന്നെ തിയേറ്ററുകളിലെത്തിയ ജഗദീഷ് നായകനായ രാജതന്ത്രം. അനിൽ ചന്ദ്ര സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം R. ശ്രീകണ്ഠൻ നായരായിരുന്നു നിർവഹിച്ചിരുന്നത്. കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഈ ഫാമിലി എന്റർടൈനറിൽ ഇന്നസെന്റും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ജഗതി, കലാഭവൻ മണി, സായി കുമാർ, കാവേരി, ചിത്ര, കൽപ്പന, നരേന്ദ്രപ്രസാദ് തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയം കൈവരിച്ച ഒരു ചിത്രമായിരുന്നു രാജതന്ത്രം. കുളപ്പുരക്കൽ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം വേണി ഇഗ്നിഷൻസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 97 ക്രിസ്മസിന് പുറത്തിറങ്ങിയ അഞ്ചാമത്തെയും അവസാനത്തെയും ചിത്രമായിരുന്നു ജഗദീഷും ശ്രീനിവാസനും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത മംഗല്യ പല്ലക്ക്. കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം UC റോഷനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ജഗതി ശ്രീകുമാർ, കൊച്ചിൻ ഹനീഫ, ടോണി, സലീംകുമാർ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ കസ്തൂരിയും രാജശ്രീയുമായിരുന്നു നായികമാരായി എത്തിയത്. കോമഡി ചിത്രമായിരുന്നിട്ടുകൂടി യാതൊരുവിധ ഇമ്പാക്റ്റും ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാതെ പോയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. UC റോഷൻ തന്നെ കഥയും തിരക്കഥയും ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഭാഷണം സത്യനാഥായിരുന്നു നിർവഹിച്ചിരുന്നത്. കുക്കീസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ബാലഭാസ്കർ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 97 ക്രിസ്മസിന് ജഗദീഷിന്റെ 3 ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്തിട്ടും ഒരു ചിത്രം പോലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല.
അതുകൊണ്ട് തന്നെ ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശാജനകമായ ഒരു കാലമായിരുന്നു 97 ക്രിസ്മസിൽ കടന്നുപോയത്. ആകെ സമ്മർ നോക്കുമ്പോൾ ആറാം തമ്പുരാൻ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ ബാക്കി 4 ചിത്രങ്ങളും സാമ്പത്തികമായി പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ വെറും 20% മാത്രമാണ്. ഇത്രയുമാണ് 97 ക്രിസ്മസ് കാലത്ത് പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.